ബാർക്കോഴയിൽ പുതിയ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷിക്കുമെന്ന് വിജിലൻസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് കേസ് പരിഗണിക്കവെയാണ് വിജിലൻസിന്റെ ഇടപെടൽ. വിവരങ്ങളുമായി എം.ആർ. സജേഷ് ചേർന്നു. സജേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ വിജിലൻസ് വ്യക്തമാക്കിയത്? അഞ്ജു, കെ എം മാണിക്കെതിരായ ബാർക്കോഴ കേസായിരുന്നു കോടതി പരിഗണിച്ചിരുന്നത്. കെ എം മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള തുടരന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലുണ്ട്. ഈ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട വി.എസ്. അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള വാദികളുടെ ഹർജി പരിഗണിക്കുകയാണ് വിജിലൻസിന്റെ കൃത്യമായ നിലപാട് കോടതിയിൽ പ്രഖ്യാപിച്ചത്. അത് പുതിയ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ തയ്യാറാണെന്ന നിലപാടാണ് വിജിലൻസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വി അഗസ്റ്റിൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. വിജിലൻസിന് മുന്നിൽ ഇപ്പോൾ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് കോടതിയുടെ മുമ്പിലുമുണ്ട്. പുതിയ നിലപാടുകൾ അക്കാര്യത്തിൽ പറയുന്നില്ല. എന്നാൽ പരാതിക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ തെളിവുകൾ, ന്യൂ എലമെന്റ്സ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്, അത് ഉണ്ടാവുകയാണെങ്കിൽ പരിശോധിക്കുന്നതിന് തയ്യാറാണെന്ന വ്യക്തമായ നിലപാടാണ് ഇപ്പോൾ വിജിലൻസ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ തുടരന്വേഷണ റിപ്പോർട്ടിന്റെ കാര്യം നമുക്കറിയാം. തുടരന്വേഷണ റിപ്പോർട്ടിന് മുൻപ് സമർപ്പിച്ച റിപ്പോർട്ടിൽ മാണിയെ കുറ്റക്കാരനാക്കാൻ തെളിവുണ്ടെന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP R സുകേശൻ കോടതിക്ക് മുന്നിൽ കൊടുത്ത റിപ്പോർട്ടുണ്ട്. അതിനുശേഷമാണ് തുടരന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ എത്തിയത്. കോടതി ആ തുടരന്വേഷണ റിപ്പോർട്ടിൽ കെ എം മാണി കുറ്റക്കാരനാണെന്ന് പറഞ്ഞു. രണ്ട് തരത്തിലുള്ള റിപ്പോർട്ടും കോടതിക്ക് മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിജിലൻസ് വളരെ വ്യക്തമായ ഒരു നിലപാടെടുക്കുന്നത്. അതോടൊപ്പം തന്നെ വിജിലൻസ് ഒരു പുതിയ കേസ് ഇക്കാര്യത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ VM രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ഇപ്പോൾ കൊച്ചിയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വിജിലൻസിന്റെ പുതിയ നിലപാട് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ തെളിവുണ്ടെങ്കിൽ അന്വേഷണം തുടരാൻ തയ്യാറാണെന്ന വ്യക്തമാക്കലാണ് വിജിലൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വിശദമായൊരു വാദം ഇന്ന് നടന്നിട്ടില്ല. വി.എസ്. അച്യുതാനന്ദന്റെ അഭിഭാഷകൻ എഴുന്നേറ്റുകൊണ്ട് ഈ ഫർദർ റിപ്പോർട്ട് തള്ളണമെന്ന് ആവശ്യപ്പെട്ടു. മാണിയെ കുറ്റമുക്തനാക്കുന്ന റിപ്പോർട്ട് തള്ളണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്മേൽ വിജിലൻസിന്റെ അഭിഭാഷകൻ വിജിലൻസിന്റെ നിലപാട് അറിയിച്ചു. ഇതിനുശേഷം വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി ഓഗസ്റ്റ് 16-ാം തീയതിയിലേക്ക് കേസ് മാറ്റിയിരിക്കുകയാണ്. അഞ്ജു, സജേഷ്, മാണിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ അത് ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും വിജിലൻസ്. അതായത് നേരത്തെ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. അത് നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതാണ്. അതിനെ അംഗീകരിക്കുകയാണോ അതോ ആ രീതിയിലാണോ കാര്യങ്ങൾ? അഞ്ജു, കെ എം മാണിക്ക് എതിരായ കെ എം മാണിക്ക് അനുകൂലമായ തുടരന്വേഷണ റിപ്പോർട്ടിൽ വിജിലൻസ് ഉറച്ചു നിൽക്കുകയാണെന്ന് പറയാനാകില്ല. ആ തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന ഹർജിയിലാണ് പുതിയ തെളിവ് എന്തും ഉണ്ടെങ്കിൽ അന്വേഷിക്കാനും പരിശോധിക്കാനും തയ്യാറാണെന്ന് വിജിലൻസിന്റെ അഭിഭാഷകൻ ഇപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. വളരെ വ്യക്തമായി തന്നെ നേരത്തെയുള്ള നിലപാടിൽ നിന്നുള്ള മാറ്റമാണത്. മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് അന്ന് തന്നെ പരാതികൾ ഉണ്ടായിരുന്നു. ആദ്യം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ മാണിക്കെതിരെ 60% തെളിവുണ്ട് എന്ന റിപ്പോർട്ടായിരുന്നു സമർപ്പിച്ചത്. അതിനുശേഷം വിജിലൻസ് ഡയറക്ടർ N. ശങ്കർ റെഡ്ഡി വരികയും പിന്നീട് റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായി സമർപ്പിക്കുകയും ചെയ്തു. അതിലാണ് മാണിയെ കുറ്റവിമുക്തനാക്കിയത്. ആ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലുള്ളപ്പോൾ ആ റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുന്ന നിലപാടല്ല വിജിലൻസ് സ്വീകരിച്ചത്. മറിച്ച് ഏതെങ്കിലും തരത്തിൽ പുതിയ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം എന്ന നിലപാട് മാറ്റമാണ് വിജിലൻസ് കോടതിയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സജേഷ്, വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരാൻ പുനരന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള അതിലേതൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്? തങ്ങൾ നൽകിയ റിപ്പോർട്ടിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പുനരന്വേഷണം വേണ്ട എന്ന ഒരു നിലപാട് അതിനെയാണോ വിജിലൻസ് കൈക്കൊണ്ടിരിക്കുന്നത്? അഞ്ജു, ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. കോടതിക്ക് മുന്നിലാണ് തുടരന്വേഷണ റിപ്പോർട്ടുള്ളത്. ഈ തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് വി.എസ്. അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ ഹർജിയാണ് കോടതി ഇന്ന് പരിഗണിച്ചത്. ഈ തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന ആവശ്യവുമായി വി.എസ്. അച്യുതാനന്ദന്റെ അഭിഭാഷകൻ എഴുന്നേൽക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് വിജിലൻസിന്റെ അഭിഭാഷകനായിട്ടുള്ള വി അഗസ്റ്റിൻ വളരെ കൃത്യമായി വിജിലൻസിന്റെ നിലപാട് പറഞ്ഞത്. നിലവിൽ ഒരു തുടരന്വേഷണ റിപ്പോർട്ട് വിജിലൻസിന് മുന്നിലുണ്ട്. അതിൽ മാണിയെ കുറ്റവിമുക്തനാക്കിയിട്ടുമുണ്ട്. ആ റിപ്പോർട്ടിൽ ആണ് ഇപ്പോൾ കോടതിക്ക് മുന്നിലുള്ളത്. എന്നാൽ പരാതിക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ, കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ തെളിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിശോധിക്കാൻ തയ്യാറാണെന്ന നിലപാടാണ് വിജിലൻസ് കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. അഞ്ജു, മാണിക്കെതിരെ തെളിവില്ല എന്നായിരുന്നു വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. പക്ഷേ മറ്റു തെളിവുകൾ ഉണ്ട് എന്നുള്ള ഒരു നിലപാടാണ് അഭിഭാഷകർ സ്വീകരിച്ചത്. അത്തരത്തിൽ തന്നെ ഇനി മുന്നോട്ട് പോകുമെന്നാണോ, തെളിവുകൾ പരിഗണിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണോ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്?
അഞ്ജു, ഇക്കാര്യത്തിൽ ഈ തുടരന്വേഷണ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. അത് 16-ാം തീയതിയിലേക്ക് വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. എന്നാൽ വിജിലൻസ് ബാർ കോഴക്കേസിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിന് പുതിയ നീക്കം നടത്തുന്നു. അതിന്റെ ഭാഗമായി വിജിലൻസ് അന്വേഷണം ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം കെ ബാബു മന്ത്രിയായതിനു ശേഷമുള്ള മുഴുവൻ ബാർ ലൈസൻസുകളും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് മുന്നിൽ പുതിയ പരാതിയുമുണ്ട്. അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ വിവിധ ബാർ ഉടമകളിൽ നിന്ന് വിജിലൻസ് പുതുതായി മൊഴി രേഖപ്പെടുത്തുകയുമാണ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം വിജിലൻസിന്റെ നിലപാട് മാറ്റത്തെ കാണാൻ. കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് പരിശോധിക്കുമെന്ന വിജിലൻസ് അഭിഭാഷകന്റെ നിലപാട് വളരെ കൃത്യമായി തന്നെ ഈ തുടരന്വേഷണ റിപ്പോർട്ട് നിന്ന് വ്യതിചലിക്കുന്നതിന്റെ സൂചനയാണ്. അതായത് പുനഃപരിശോധനയ്ക്ക് തയ്യാറാണ്. മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ കാര്യം പുനഃപരിശോധിക്കാൻ വിജിലൻസ് തയ്യാറാണ്. എന്നാൽ അത് അക്കാര്യത്തിൽ എന്തെങ്കിലും തെളിവ് വരണം. തെളിവ് വന്നാൽ അക്കാര്യം പുനഃപരിശോധിക്കുമെന്നാണ്. ഒരു 2 മിനിറ്റ് മാത്രം നീണ്ട വാദമാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്. വാദമൊന്നും പറയാനാകില്ല. ജഡ്ജി പുതിയ ജഡ്ജിയാണെന്ന് ചുമതല ഏറ്റിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജഡ്ജിയായിട്ടുള്ള വിജ്ഞാപനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വാദം കേൾക്കുന്നതിന് പരിമിതികളുണ്ട്. കേസ് മാറ്റിവെക്കുക മാത്രമായിരുന്നു പോംവഴി. എന്നാൽ ഈ കേസിന്റെ പ്രാഥമികമായ വിശദാംശങ്ങൾ പുതിയ ജഡ്ജി അന്വേഷിക്കുമ്പോഴായിരുന്നു VS-ന്റെ അഭിഭാഷകനും വിജിലൻസിന്റെ അഭിഭാഷകനും കോടതിയിൽ സംസാരിച്ചത്. അതിൽ നിന്നാണ് ഈ നിലപാട്. 2 മിനിറ്റ് മാത്രം ഉണ്ടായിരുന്നൊരു വാദമായിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 16-ാം തീയതിയിലേക്ക് കേസ് മാറ്റുകയായിരുന്നു. അഞ്ജു.